പമ്പയിൽ നിന്നും ശബരിമല യാത്രയിലെ 6ാമത്തെ കോട്ടയാണ് ശരംകുത്തി. അയ്യപ്പസ്വാമി കാട്ടുകള്ളനായ ഉദയനെ കീഴ്പ്പെടുത്തി ആയുധങ്ങൾ ഉപേക്ഷിച്ച ഇടം ആണ് ശരംകുത്തി എന്നും ഒരു വിശ്വാസം. ഇവിടുത്തെ മുഖ്യ വഴിപാട് കന്നി അയ്യപ്പ സ്വാമിമാർ ശരം കുത്തുന്നതാണ്. അയ്യപ്പസ്വാമിയെ മകരവിളക്കിന് തിരുവാഭരണം ചാർത്തി മകരജ്യോതി തെളിഞ്ഞതിന് ശേഷം മാളികപ്പുറത്തിനോട് ചേർന്നിരിക്കുന്ന മണിമണ്ഡപത്തിൽ 5 നാൾ അയ്യപ്പസ്വാമിയുടെ വിവിധ ഭാവ രൂപങ്ങൾ കളമെഴുതി വിശേഷാൽ പൂജകളും കാര്യങ്ങളും ഉണ്ട്. 5ാം നാൾ അയ്യപ്പസ്വാമിയുടെ കൊമ്പം മീശ ഭാവത്തിലുള്ള തിടമ്പേറ്റി ശരംകുത്തി എഴുന്നള്ളത്തുണ്ട്. വൃശ്ചികം 1 മുതൽ അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരെ കണ്ട് അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളെല്ലാം കാട്ടിലേക്ക് ഉൾവലിയുകയും ഉൾവലിഞ്ഞ ഭൂതഗണങ്ങളെ ഈ 5ാം നാൾ അയ്യപ്പസ്വാമിയെ കാണാൻ വന്ന ഭക്തരെയെല്ലാം ആനയിച്ച് ശരംകുത്തിയിൽ നിന്ന് തിരികെ പറഞ്ഞ് അയക്കും. അതിനുശേഷം ശരംകുത്തിയിൽ നിന്ന് കാട്ടിലേക്ക് ഉൾവലിഞ്ഞ തൻ്റെ ഭൂതഗണങ്ങളെ എല്ലാം കൂട്ടി തിരികെ ശബരിമലയ്ക്ക് പോകുന്ന ഒരു വഴിപാടും ശരംകുത്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ശബരിമല ഉത്സവ ആറാട്ടിൻ്റെ തലേ ദിവസം ശബരിമലയിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ പള്ളിവേട്ട എഴുന്നള്ളത്ത്, അതും ശരംകുത്തി വരെയാണ് പള്ളിവേട്ട എഴുന്നള്ളത്ത്. ശരംകുത്തിയിലേക്ക് വരുന്നത് ശബരിപീഠത്തുനിന്ന് നേരെ വന്ന് സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ മുകളിൽ കൂടി ചെറിയൊരു പാലമുണ്ട്. ആ പാലം കയറി നേരെ മുമ്പോട്ട് ശബരിപീഠത്തു നിന്നും 1 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ആണ് ഈ ശരംകുത്തി. മണ്ഡലകാല സമയത്ത് അയ്യപ്പസ്വാമിമാരുടെ അമിതമായ തിരക്ക് ആയതിനാൽ ഈ ശരംകുത്തി വഴിയാണ് നമ്മളെ കയറ്റിവിടുന്നത്. അമിതമായ തിരക്ക് കാരണം ഒട്ടുമിക്ക അയ്യപ്പ ഭക്തർക്കും ശരംകുത്തി വഴി പോയാൽ തന്നെ ശരംകുത്തി എവിടെയാണെന്ന് അറിയില്ല. സ്വാമിയേ ശരണമയ്യപ്പ.